ശിഷ്യത്വം, കുരിശിലേക്കുള്ള ക്ഷണം. സെബദീപുത്രന്മാരുടെ അമ്മയെ കുറ്റം പറയാനാകുമോ? തൻ്റെ മക്കൾക്ക് ഏറ്റവും മികച്ചതു തന്നെ ലഭിക്കണമെന്ന് ഏതമ്മയാണ് ആശിക്കാത്തത്? ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കുമെന്നും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ലെന്നുമൊക്കെ കേട്ടപ്പോൾ ഒരമ്മയ്ക്ക് തോന്നിയ ആഗ്രഹം. ഈശോ അവളെ തിരുത്തുകയാണ് ആത്മീയതയിലേക്ക്. സ്വാർത്ഥം തിരയുന്ന അവളുടെയും മക്കളുടെയും ഹൃദയങ്ങളെ നിസ്വാർത്ഥതയുടെ താഴ്വാരങ്ങളിലേക്കാണ് അവൻ കൈപിടിച്ച് നയിക്കുന്നത്. അല്പദിവസങ്ങൾക്കകം ഈശോയുടെ നിയോഗമായ കുരിശിനു താഴെ അവളുണ്ട്. അവൻ്റെ പാനപാത്രത്തിൽ ഒരു ഓഹരി തേടി. 1-ാം സ്ഥാനത്തിന് യാചിച്ചവൻ ഉത്ഥാന പുലരിയിൽ ആദ്യമോടിയെത്തിയിട്ടും പിന്നിലേക്ക്, പത്രോസിന് പിന്നിലേക്ക് മാറുകയാണ്. ഇനിമേൽ ശുശ്രൂഷിക്കപ്പെടാനല്ല അവൻ്റെ നിയോഗം എന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശിഷ്യത്വം കുരിശിൻ്റെ ഓഹരിയിലേക്കുള്ള ക്ഷണമാണ്. തിരുവെഴുത്ത് പറയുന്നു, എൻ്റെ പിന്നാലെ വരാൻ ആശിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്താണ് കുരിശ്? പരിശുദ്ധ ഹൃദയം ഗബ്രിയേല ബോസിസ് എന്ന മിസ്റ്റിക് വിശുദ്ധയോട് അരുളുന്നു, അനാദിയിലെ മെനഞ്ഞതാണ് നിന്റെ കുരിശ്. നിന്റെ കഴിവും ശക്തിയും അളന്ന്, എന്നോടുള്ള നിന്റെ സ്നേഹത്തിൻ്റെ ആഴമളന്ന്, 1 ഔൺസ് പോലും കൂടാതെയും 1 ഔൺസ് പോലും കുറയാതെയും അനാദിയിലെ ഞാൻ മെനഞ്ഞതാണത്. അത് നിന്റെ രോഗമാകാം, സഹനമാകാം, തകർച്ചകളും നൊമ്പരങ്ങളുമാകാം. എന്തുതന്നെയാകട്ടെ, അത് നിന്റെ നിയോഗമാണ്. നിന്റെ പാനപാത്രം മട്ടോളം കുടിച്ചിറക്കുക. നോമ്പുകാലം നമ്മുടെ കുരിശിനെ കണ്ടെത്താനുള്ള കാലമായി ഭവിക്കട്ടെ. യഥാർത്ഥ ശിഷ്യരായി മാറാൻ കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. തവ മുഖദർശനം മമ സുകൃതം വിഭോ. മുഖദർശനം മമ സുകൃതം വിഭോ. ശോഭനം മോഹനം തവ തിരുപാദം പ്രഭോ. 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 തവ മുഖദർശനം മമ സുകൃതം വിഭോ.